Good morning, students. നമ്മൾ ഇനി പഠിക്കുന്നത് കോൺടാക്ടറിനെ കുറിച്ചാണ്. നമ്മൾ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഡിയോൽ സ്റ്റാർട്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കോൺടാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സ്റ്റാർട്ടേഴ്സ് ഉണ്ടാക്കാം. ഈ കോൺടാക്ടേഴ്സ് ഇപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള കോൺടാക്ടർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ ഓട്ടോമേഷന് വേണ്ടിയിട്ട്, ഓൺ ഓഫിന് വേണ്ടിയിട്ട്, കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കോൺടാക്ടേഴ്സ് ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗത ഒന്ന് മനസ്സിലാക്കാനും കൂടിയാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാർട്ടേഴ്സ് നിർമ്മിക്കാം, ഒരുപാട് കൺട്രോളിങ് സർക്യൂട്ടുകൾ ഉണ്ടാക്കാം, പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ഒരു 4 പോൾ കോൺടാക്ടറാണ്. കോൺടാക്ടർ നമ്മൾ മെയിൻ സ്പെസിഫിക്കേഷൻ പറയേണ്ടത് അതിൻ്റെ നമ്പർ ഓഫ് പോൾസ് ആണ്. അപ്പോൾ ഇത് 4 പോൾ കോൺടാക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൽ 4 സെറ്റ് കോൺടാക്ട്സ് ഉണ്ടെന്നുള്ള കാണാം. അപ്പോൾ 1 ഇത്, പിന്നെ ഇത് 2, ഇത് 3, ഇത് 4, അങ്ങനെ 4 സെറ്റ് കോൺടാക്ട്സ് ആണ്. അപ്പോൾ ഈ 4 സെറ്റ് കോൺടാക്ട്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് പറയുന്നത്, 4 പോൾ കോൺടാക്ടർ എന്ന് പറയുന്നത്. 1 2 3 4 പോൾ കോൺടാക്ടർ എന്ന് പറയുന്നത്. അധിക കോൺടാക്ടേഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക്കലി ഓപ്പറേറ്റഡ് ആണ്. ഇതും അതുപോലെ തന്നെയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക്കലി ഓപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാവും. ആ ഇലക്ട്രോ മാഗ്നറ്റ് ആ വൈൻഡിങ്ങിൻ്റെ 2 എൻ പോയിൻറ്റ്സ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 2 പോയിൻറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ എൻ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റ് റേറ്റ് ചെയ്തിരിക്കുന്നത് 415 വോൾട്ടിന് വേണ്ടിയിട്ടാണ്. 415 വോൾട്ട് നമുക്കറിയാം, 3 ഫേസ് വോൾട്ടേജ് 415 വോൾട്ടാണ്. അപ്പോൾ 415 വോൾട്ടിനാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 ഫേസിൽ ഐഡിയലായിട്ട് 3 ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കോൺടാക്ടറാണ്. 415 വോൾട്ടിന് അതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റ് റേറ്റ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ചില ഇലക്ട്രോ മാഗ്നറ്റ്സ് ആകുമ്പോൾ കോൺടാക്ടേഴ്സിലെ ഇലക്ട്രോ മാഗ്നറ്റ് അതിൻ്റെ റേറ്റിംഗ് 240 വോൾട്ടിനോ 200 to 440 വോൾട്ടോ അങ്ങനെയൊക്കെ റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പല ടൈപ്പിൽ വരുന്നുണ്ട് കോൺടാക്ടേഴ്സിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്. അതുപോലെ തന്നെ അതിൻ്റെ ആംബിയർ റേറ്റിംഗും റിലവൻ്റ് ആണ്. 10 amps 20 amps ഒരുപാട് ആംബിയർ റേറ്റിംഗിലും കോൺടാക്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 4 പോൾ കോൺടാക്ടർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ കോൺടാക്ട് എങ്ങനെയാണ്, ഏത് ടൈപ്പിലാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഫിക്സഡ് ടെർമിനൽസിൻ്റെ എൻ പോയിൻറ്റ്സ് ആണ്. നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന പോയിൻറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ അതാണ് ഇതൊരു എൻ പോയിൻറ്റ്, അതുപോലെ മറുവശത്ത് അതിൻ്റെ ഒരു എൻ പോയിൻറ്റ് കാണും, അത് ഒരു പോളിൻ്റെ. ഇത് രണ്ടാമത്തെ പോളിൻ്റെ ഒരു എൻ പോയിൻറ്റ് ഇവിടെ, മറുവശത്ത് ഒരു എൻ പോയിൻറ്റ് ഉണ്ടാവും. മൂന്നാമത്തെ പോളിൻ്റെ ഒരു എൻ പോയിൻറ്റ് ഇവിടെ, മറുവശത്ത് വേറൊരു എൻ പോയിൻ്റ് ഉണ്ടാവും. നാലാമത്തെ പോളിൻ്റെ ഒരു എൻ പോയിൻ്റ് ഇവിടെ, മറുവശത്തും ഒരു എൻ പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറിലൊക്കെ കണ്ടതുപോലെ തന്നെ ഫിക്സഡ് ടെർമിനൽസിൻ്റെ സെറ്റ്, പിന്നെ അതുപോലെ മൂവിങ് കോൺടാക്റ്റുകൾ ഉണ്ടാവും. ഇവിടെ കണ്ടാൽ നമുക്ക് ഇത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഇത് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് മൂവ് ചെയ്യുന്നതായിട്ട്, ഇപ്പോൾ ഇതിൽ മൂവിങ് ആണ്. നമ്മൾ കൈകൊണ്ടെല്ലാം മൂവ്മെൻറ്റ് വരുത്തുക, ഇലക്ട്രോ മാഗ്നറ്റ് എനർജൈസ് ആവുന്നതിനനുസരിച്ച് ഈ കോൺടാക്റ്റുകൾ മേക്കോ ബ്രേക്കോ ആവും. അങ്ങനെയാണ് അതിൽ മൂവ്മെൻറ്റ് വരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ എൻ പോയിൻറ്റ്സ് ഇപ്പോൾ ഇവിടെ ഈ 2 പോയിന്റിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ എൻ പോയിൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ സപ്ലൈ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് 415 ആണെങ്കിൽ 415 വോൾട്ട് ഈ 2 പോയിൻറ്റ്സിലേക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ പോയിന്റിലേക്കും ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ എൻ പോയിൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് 2 സ്ഥലത്തും അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ എൻ പോയിൻറ്റ്സ് ടെർമിനേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുകയാണെങ്കിൽ, അത് ഫിറ്റ് ചെയ്യുമ്പോൾ, ഈ കോൺടാക്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സൈഡിൽ നിന്നാണ് സപ്ലൈ എനർജൈസ് ചെയ്യാൻ എളുപ്പം, ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് 2 സൈഡിലും ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ എൻ പോയിൻറ്റ്സ് കൊടുത്തത്. ഏതെങ്കിലും ഒന്നേ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇനി ഇത് 4 പോൾ കോൺടാക്ടറാണ്, ഐഡിയൽ ഫോർ 3 ഫേസ് ആണ്, 415 വോൾട്ടാണ് ഇതിൻ്റെ റേറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കോൺടാക്ടർ ഏത് ടൈപ്പാണ് നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ഡിയോൽ സ്റ്റാർട്ടർ നമ്മൾ പഠിച്ചപ്പോൾ മെയിൻ കോൺടാക്ട്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്, മെയിൻ കോൺടാക്ട്സ് ഒക്കെ നോർമലി ഓപ്പൺ ആണ് അല്ലേ. 3 സെറ്റ് മെയിൻ കോൺടാക്ട്സ് നോർമലി ഓപ്പണും, ഓക്സിലറി കോൺടാക്റ്റ് അതും എന്താണ്, നോർമലി ഓപ്പൺ ആണ്. പ്രസ് ചെയ്യുന്ന സമയത്താണ് അത് എന്താവുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ് എനർജൈസ് ചെയ്യുമ്പോഴാണ് ക്ലോസ്ഡ് ആവുന്നത് അല്ലേ. അപ്പോൾ ഇതിലും ഇപ്പോൾ ഈ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തന്നിരിക്കുന്ന ഈ കോൺടാക്ടറിലും 4 സെറ്റ് കോൺടാക്ട്സും നോർമലി ഓപ്പൺ ആണ്. അപ്പോൾ നോർമലി ഓപ്പൺ ആണെങ്കിൽ അതിലവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, NO എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം NO എന്ന് എഴുതിയിട്ടുണ്ട്, നോർമലി ഓപ്പൺ. അപ്പോൾ ഈ 4 സെറ്റ് കോൺടാക്ട്സ് എന്താണ്, നോർമലി ഓപ്പൺ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഡിയോൽ സ്റ്റാർട്ടർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കോൺടാക്ടർ നമ്മൾ പരിചയപ്പെടുമ്പോൾ
നമുക്ക് അതിൽ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. 3 സെറ്റ് കോൺടാക്ട്സ് ഇതിൽ നോർമലി ഓപ്പൺ ആണ്. ഇതിൽ 4ാമത്തെ സെറ്റ് കോൺടാക്റ്റ് NC ആണ് എഴുതിയത്, നോർമലി ക്ലോസ്ഡ് ആണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം NC നോർമലി ക്ലോസ്ഡ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളെ ആവശ്യകത എന്താണോ അതിനനുസരിച്ചുള്ള കോൺടാക്റ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങളെ ആവശ്യകത ഒരു 3 ഫേസ് DOL സ്റ്റാർട്ടറാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി, 4 സെറ്റും നോർമലി ഓപ്പൺ വരുന്ന കോൺടാക്ടർ മതിയാവും. 4 പോൾ കോൺടാക്ടർ, 415 വോൾട്ട്, 10 or 15 ആംസ് റേറ്റിംഗ് വിത്ത് എങ്ങനത്തെ കോൺടാക്റ്റ്, 4 സെറ്റ് കോൺടാക്ട്സും എന്താണ് നോർമലി ഓപ്പൺ. ഇതാണ് നമുക്ക് ഐഡിയൽ അല്ലേ. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം എന്താ, ഇതിൽ 3 സെറ്റ് കോൺടാക്ട്സ് മാത്രമേ നോർമലി ഓപ്പൺ ഉള്ളൂ, 4ാമത്തെ എന്താണ് നോർമലി ക്ലോസ്ഡാണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. നമ്മൾ DOL സ്റ്റാർട്ടറിൽ എന്താണ് ഓക്സിലറി കോൺടാക്റ്റ്, 4ാമത്തെ കോൺടാക്റ്റ് ഓക്സിലറി കോൺടാക്റ്റ്, അതും എന്താണ് നോർമലി ഓപ്പൺ ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആഡ് ഓൺ കോൺടാക്ടർ ഉപയോഗിക്കാം. ആഡ് ഓൺ കോൺടാക്ടർ നമ്മൾക്ക് ഇതാണ് ഇപ്പോൾ കിട്ടിയതെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു 3 ഫേസ് DOL സ്റ്റാർട്ടർ നിർമ്മിക്കണമെങ്കിൽ നമുക്കത് അസാധ്യമാണ്. ഈ 3 കോൺടാക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം, നോർമലി ഓപ്പൺ കോൺടാക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം, മെയിൻ കോൺടാക്ട്സ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ 4ാമത്തെ ഒരു നോർമലി ഓപ്പൺ കോൺടാക്റ്റ് വേണമല്ലോ നമുക്ക് ഓക്സിലറി കോൺടാക്റ്റ് ആയിട്ട്. അപ്പോൾ അത് ഇതിലില്ല, നോർമലി ഓപ്പൺ അല്ല, ഇതിൽ നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആഡ് ഓൺ കോൺടാക്ടർ യൂസ് ചെയ്യാം, ആഡ് ഓൺ കോൺടാക്ടർ. അപ്പോൾ ഇത് ഒരു ആഡ് ഓൺ കോൺടാക്ടറാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതൊരു 2 പോൾ ആഡ് ഓൺ കോൺടാക്ടറാണ്. 2 പോൾ, 2 പോൾ, ആകെ 2 കണക്ഷൻസ് ഇതിൽ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഒന്ന് എന്താണ് NO, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം NO നോർമലി ഓപ്പൺ ആണ്. ഇത് ഈ സെറ്റ് കോൺടാക്ട്സ് എന്താണ് നോർമലി ഓപ്പൺ ആണ്. എനർജൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസ് ചെയ്യുമ്പോഴാണ് എന്താണ് ക്ലോസ്ഡ് ആവുള്ളൂ. ഈ സെറ്റ് കോൺടാക്റ്റ് ഇവിടെ NC എന്ന് എഴുതിയിട്ടുണ്ട്, നോർമലി ക്ലോസ്ഡ് ആണ്. അതായത് നോർമലി എന്തുണ്ടാവും, കണക്ഷൻ ഉണ്ടാവും. പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താവും, കണക്ഷൻ ബ്രേക്ക് ആവും. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ വേണ്ടത്, ഒന്നും കൂടെ എന്താ വേണ്ടത്, ഒരു നോർമലി ഓപ്പൺ കോൺടാക്റ്റും കൂടിയാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഒരു സെറ്റ് നോർമലി ഓപ്പൺ കോൺടാക്റ്റ്, അത് നമുക്ക് ഈ 2 പോയിൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ഓൺ കോൺടാക്ടർ. ഈ ആഡ് ഓൺ കോൺടാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇലക്ട്രോ മാഗ്നറ്റ് ഇല്ല, അതിൽ വെറും സെറ്റ് ഓഫ് എന്താണ് കോൺടാക്ട്സ് മാത്രമേ ഉള്ളൂ. ഫിക്സഡ് കോൺടാക്റ്റും മൂവബിൾ കോൺടാക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. അതിൽ ഇലക്ട്രോ മാഗ്നറ്റ് ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് താഴോട്ട് പോവുക മുകളിലോട്ട് പോവുക, അത് മെയിൻ കോൺടാക്ടറിൻ്റെ ബലത്തിലാണ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ മെയിൻ കോൺടാക്ടറിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആഡ് ഓൺ കോൺടാക്ടർ സ്ലൈഡ് ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൽ ഗ്രൂവ് ഉണ്ട്. ഈ ഗ്രൂവ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് ഇതിവിടെ കുടുങ്ങും. ഒരു ക്ലിക്ക് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി വലിച്ചാലൊന്നും വരില്ല. അപ്പോൾ ഈ മെയിൻ കോൺടാക്ടർ താഴോട്ട് അതിൻ്റെ കോൺടാക്ട്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്താവും, ഈ ആഡ് ഓൺ കോൺടാക്ടറിൻ്റെ കോൺടാക്ട്സും മൂവ് ചെയ്യും. അതാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്. ഉള്ളിൽ സ്പ്രിങ് ആക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതെടുത്ത് മാറ്റണമെങ്കിൽ റിലീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക, ഇതൊന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് മെല്ലെ സ്ലൈഡ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഈ ലിവർ പോയിട്ട് അതിന് ഈ ആഡ് ഓൺ കോൺടാക്ടറിൻ്റെ മുകളിലേക്ക് അത് ലിങ്ക് ചെയ്തിട്ട് ഈ മെയിൻ കോൺടാക്ടറിൻ്റെ ഷാഫ്റ്റ് താഴുമ്പോൾ ഒപ്പം തന്നെ ഈ ആഡ് ഓൺ കോൺടാക്ടറിൻ്റെ ഷാഫ്റ്റും താഴും. മെയിൻ കോൺടാക്ടറിൻ്റെ ഷാഫ്റ്റ് ഇപ്പോൾ പൊന്തിയിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ ആഡ് ഓൺ കോൺടാക്ടറിൻ്റെ ഷാഫ്റ്റും മുകളിലോട്ട് വരും. അതിനനുസരിച്ച് കോൺടാക്റ്റ് മേക്കും ബ്രേക്കും ആവും. വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഒരു പോളുകൾ അല്ല ആവശ്യത്തിനുള്ള നോർമലി ഓപ്പൺ കോൺടാക്റ്റുകൾ നമുക്ക് ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ആഡ് ഓൺ കോൺടാക്ടർ കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ആവശ്യങ്ങൾ സാധിക്കാൻ പറ്റും. ആഡ് ഓൺ കോൺടാക്ടർ വേറെ ടൈപ്പും ഉണ്ട്. ഇവിടെ സൈഡിൽ വരുന്ന ടൈപ്പ് കണ്ടോ, ഇതിപ്പോൾ ഒരു ആഡ് ഓൺ കോൺടാക്ടറാണ്. ഇവിടെ നമുക്ക് ഇവിടെ ഇതിനോട് ചേർത്ത് വെക്കാം. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. നോക്കുക, വരുന്നുണ്ടോ എന്ന് നോക്കണേ. ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ സെറ്റായിട്ട് നിന്നോളൂ. ഇനി റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ഓൺ കോൺടാക്ടർ നമുക്ക് ഇതിൽ നിന്ന് യൂണിറ്റിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് നിങ്ങൾ വലിക്കുക. ക്ലിപ്പ് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് റിലീസാവും. ഓക്കെ, ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. കോൺടാക്ട്സ് എങ്ങനെയാണ്, നോർമലി ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്ററിന് റെസിസ്റ്റൻസ് റേഞ്ച്, കണ്ടിന്യൂറ്റി റേഞ്ച് ബസർ റേഞ്ചിലേക്ക് ഇട്ടാൽ മതിയാവും. ഇപ്പോൾ ആ റേഞ്ച് ബസർ റേഞ്ച് അതിൽ മൾട്ടിമീറ്റർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം.
ഇനി നമ്മൾ കോൺടാക്ട്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് ജസ്റ്റ് എല്ലാ കോൺടാക്റ്റിൻ്റെ മുകളിലൊന്ന് വെക്കുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത് റീഡിങ് എന്താ വരുന്നത്? ഇൻഫിനിറ്റി റീഡിംഗ് ആണ് അല്ലേ. 1ഉം ഒരു ഡോട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി റീഡിംഗ്. എന്താ അതിൻ്റെ മീനിങ്? കോൺടാക്റ്റ് ഓപ്പൺ ആണ്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, ഇത് നോർമലി ഓപ്പൺ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കോൺടാക്റ്റ് നമ്മൾ നോക്കി, അതിൽ എന്താ കിട്ടുന്നത്? ഇൻഫിനിറ്റി റീഡിംഗ് തന്നെയാണ് കിട്ടുന്നത്, കോൺടാക്റ്റ് ഓപ്പൺ ആണ്. അടുത്ത സെറ്റ് കോൺടാക്റ്റ് നമ്മൾ നോക്കി, ഇൻഫിനിറ്റി റീഡിംഗ് തന്നെയാണ് കിട്ടുന്നത്, മൾട്ടിമീറ്ററിൽ കോൺടാക്റ്റ് ഓപ്പൺ ആണ്. നാലാമത്തെ സെറ്റ് കോൺടാക്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 0 റീഡിംഗ് ആണ് കിട്ടുന്നത്, ബസർ സൗണ്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ്? നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതിലെ 3 സെറ്റ് കോൺടാക്റ്റുകൾ എന്താണ്? നോർമലി ഓപ്പൺ ആണ്. നാലാമത്തെ സെറ്റ് കോൺടാക്റ്റ് എന്താണ് വരുന്നത്? നോർമലി ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇത് പ്രസ് ചെയ്തതിന് ശേഷം ഇലക്ട്രോ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ എന്താവും? ഈ ഷാഫ്റ്റ് ഉള്ളിലേക്ക് അട്രാക്റ്റഡ് ആവും. അവസ്ഥ മാറുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ എന്താണ്? നോർമലി ഓപ്പൺ ആണ്. ഞാനിത് പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്യുന്ന സമയത്ത് എന്തായി? 0 റെസിസ്റ്റൻസ് ആയി, അതായത് ക്ലോസ്ഡ് ആയി. ഇനി അടുത്ത സെറ്റ് കോൺടാക്റ്റ് നോർമലി ഓപ്പൺ ആണ്. ഇത് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്തായി? ബീപ്പ് സൗണ്ട് വന്ന് 0 റെസിസ്റ്റൻസ് ക്ലോസ്ഡ് ആയി. അടുത്ത സെറ്റ് കോൺടാക്റ്റ് നോർമലി ഓപ്പൺ ആണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിൽ ഇലക്ട്രോ മാഗ്നറ്റ് എനർജൈസ് ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റ് താഴുമ്പോൾ എന്തായി? ക്ലോസ്ഡ് ആയി, റെസിസ്റ്റൻസ് 0 ആയി. ഈ നാലാമത്തെ സെറ്റ് കോൺടാക്റ്റ് ഇത് നോർമലി എന്താണ്? ക്ലോസ്ഡ് ആണ്. അതുകൊണ്ടാണ് 0 റെസിസ്റ്റൻസ് ഇപ്പോൾ കാണിക്കുന്നത്, ഓൾമോസ്റ്റ് 0, അല്ലെങ്കിൽ ബീപ്പ് സൗണ്ട് വരുന്നുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ എന്താവണം? പ്രസ് ചെയ്യുമ്പോൾ എന്തായി? ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ആയി, മീനിങ് എന്തായി? കോൺടാക്റ്റ് എന്തായി? ഓപ്പൺ ആയി. അപ്പോൾ ഇത് 3 പോൾ എന്താണ്? നോർമലി ഓപ്പൺ ആണ്. നാലാമത്തെ പോൾ എന്താണ്? നോർമലി ക്ലോസ്ഡ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ് എനർജൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ അവസ്ഥ തിരിച്ചാവുകയും ചെയ്യും അല്ലേ. ഇനി മറ്റേ കോൺടാക്ടർ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം കണ്ട കോൺടാക്ടർ ഇതിൽ എന്താണ്? നോർമലി എന്തായിരിക്കും? ഓപ്പൺ ആണ്. മീറ്റർ കാണിക്കുന്നത് ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ആണ്. അടുത്ത സെറ്റ് കോൺടാക്ട്സ് നമ്മൾ നോക്കുമ്പോൾ അവിടെ നോർമലി ഓപ്പൺ ആണ്, ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ആണ്. ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് തന്നെയാണ്, അപ്പോൾ നോർമലി ഓപ്പൺ ആയിരിക്കും. നാലാമത്തെ സെറ്റ് കോൺടാക്റ്റ് അതും എന്താണ്? ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ആണ്, അപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിൽ 4 സെറ്റ് കോൺടാക്ട്സും എന്താണ്? നോർമലി ഓപ്പൺ ആണ്, NO ആണ് അല്ലേ. ഇനി നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. ഇത് ഇലക്ട്രോ മാഗ്നറ്റ് എനർജൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? എനർജൈസ് ചെയ്യുന്നതിന് പകരം ഞാനിത് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ പ്രസ് ചെയ്തപ്പോൾ എന്തായി? ബീപ്പ് സൗണ്ട് വന്ന് ബീപ്പ് സൗണ്ട്, ലോ റെസിസ്റ്റൻസ്, അപ്പോൾ ക്ലോസ്ഡ് ആയി. ഇനി അടുത്തത് നോർമലി ഓപ്പൺ ആണ്. പ്രസ് ചെയ്യുന്ന സമയത്ത് ലോ റെസിസ്റ്റൻസ് വന്ന് അത് എന്തായി? ക്ലോസ്ഡ് ആയി. ഇത് നോർമലി ഓപ്പൺ ആണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് പ്രസ് ചെയ്യണം, അതാണ് ഇടയ്ക്ക് കട്ടാവുന്നത്. പ്രസ് ചെയ്യുന്ന സമയത്ത് എന്തായി? ക്ലോസ്ഡ് ആയി, ലോ റെസിസ്റ്റൻസ് ആയി. നാലാമത് ഇതെന്താ? ഇത് നോർമലി ഓപ്പൺ ആണ്. പ്രസ് ചെയ്യുന്ന സമയത്ത് എന്തായി? മീറ്റർ ലോ റെസിസ്റ്റൻസ് ആയി, ക്ലോസ്ഡ് ആയി. അപ്പോൾ ഈ കോൺടാക്ടറിൻ്റെ കണക്ഷൻസ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിമീറ്റർ വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തപ്പോൾ മീറ്റർ ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് കാണിക്കുന്നത് എന്താണ്? കാരണം വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് റേഞ്ചാണ്. ഇതിപ്പോൾ ഇതിലാണ് ഡയോഡ് ചെക്കിൻ്റെ പൊസിഷൻ, ബസർ പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ അടുത്ത പൊസിഷനിലേക്ക് ഞാൻ അടുത്ത റേഞ്ചിലേക്ക് കൂട്ടുകയാണ്. അപ്പോഴും എന്താണ്? മീറ്റർ ഹൈ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അടുത്ത റേഞ്ചിലേക്ക് കാണിച്ചപ്പോൾ എന്തായി? മീറ്റർ ഒരു ലോ വാല്യൂ ആണ് കാണിക്കുന്നത്, 0.652 അല്ലെങ്കിൽ 0.66, ഒന്ന് കറക്റ്റ് കൊടുത്ത് 0.65 ഇല്ല. അപ്പോൾ ഇതിൽ വരുന്നത് കിലോ ഓം റേഞ്ചാണ്. അപ്പോൾ 650 ഓംസ് എത്രയാണ്? കോയിലിൻ്റെ റെസിസ്റ്റൻസ് എത്ര വരും? 650 അല്ലെങ്കിൽ 640 ഓംസ് ആണ് കോയിൽഡ് റെസിസ്റ്റൻസ്. ഇൻ 2000 ചെയ്യുമ്പോൾ 640 ഓംസ് ആണ് കോയിൽഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നല്ല ഇലക്ട്രോ മാഗ്നറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ എന്ത് കാണിക്കും? 0 കാണിക്കും. അതേസമയത്ത് ഇലക്ട്രോ മാഗ്നറ്റ് ഓപ്പൺ ആണെങ്കിൽ എന്ത് കാണിക്കും? ഇൻഫിനിറ്റി കാണിക്കും. ഇത് രണ്ടുമല്ല, ഒരു റെസിസ്റ്റൻസ് വാല്യൂ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കുക? ഇലക്ട്രോ മാഗ്നറ്റ് നല്ലതാണ്. ഇനി ഇലക്ട്രോ കുട്ടികളെ നമ്മൾ ഒന്നുകൂടെ ഈ കോൺടാക്ടർ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് ലാമ്പ് വയർ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ 2 ലീഡുകൾ. അപ്പോൾ ആ 2 ലീഡുകൾ ഇവിടെ ഞാൻ ടെസ്റ്റ് ലാമ്പ് ഓൺ ചെയ്യുകയാണ്. ടെസ്റ്റ് ലാമ്പ് ഓൺ ചെയ്തു, 2 ലീഡ് ഷോർട്ട് ചെയ്ത് ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കോൺടാക്ട്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് ഓപ്പൺ ആണ്, ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്നില്ല. അപ്പോൾ ഇത് നോർമലി ഓപ്പൺ കോൺടാക്റ്റ് ആണ്. ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം.
പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്നുണ്ട്, കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത സെറ്റ് കോണ്ടാക്റ്റും ടെസ്റ്റ് ലാമ്പിൽ ചെക്ക് ചെയ്യാം. നോർമലി ഓപ്പൺ ആയതുകൊണ്ട് ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കാൻ പാടില്ല, പ്രകാശിക്കുന്നില്ല. ഇനി നമ്മൾ ഒന്ന് ജസ്റ്റ് ഈ ഷാഫ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കോണ്ടാക്റ്റ് മേക്ക് ആവുന്നുണ്ട്. അടുത്ത സെറ്റ് കോണ്ടാക്റ്റും അതുപോലെ തന്നെ ചെക്ക് ചെയ്യാം. നോർമലി എന്താണ് ഓപ്പൺ ആണ്, ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്നില്ല. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്നുണ്ട്, കോണ്ടാക്റ്റ് മേക്കായി. അതുപോലെ നാലാമത്തെ സെറ്റ് കോണ്ടാക്റ്റും നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. നോർമലി ഓപ്പൺ ആണ്, ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്നില്ല. കോണ്ടാക്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്തായി, കോണ്ടാക്റ്റ് മേക്കായി, കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആയി. അപ്പോൾ എല്ലാം 4 നോർമലി ഓപ്പൺ കോണ്ടാക്ട്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ് എനർജൈസ് ചെയ്യുമ്പോൾ എന്താവും, ക്ലോസ്ഡ് ആവും. അപ്പോൾ കോണ്ടാക്ട്സിനൊന്നും കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റാണ്. ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിന് 2 എൻഡ് പോയിൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. നമ്മളെ ഈ ഒരു പർട്ടിക്കുലർ കോണ്ടാക്ടറിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റ് റേറ്റ് ചെയ്തിരിക്കുന്നത് 240 വോൾട്ട് സപ്ലൈക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പല റേറ്റിങ്സ് ഉണ്ടാവും. ഇത് 240 വോൾട്ടിനാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് ലാമ്പ് വഴി വോൾട്ടേജ് ഈ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ആ ഇലക്ട്രോ മാഗ്നറ്റ് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ആ മൂവിങ് കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവും, ഇലക്ട്രോ മാഗ്നറ്റ് എനർജൈസ് ആയി. ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്നില്ല. ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ നോക്കിയ ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കാത്തത് കാരണം ടെസ്റ്റ് ലാമ്പിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നുമില്ല. മുഴുവൻ വോൾട്ടേജും 240 വോൾട്ടും എവിടേക്ക് ലഭിക്കുകയാണ്, കോണ്ടാക്ടറിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് ലഭിക്കുകയാണ്. വോൾട്ടേജ് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ എന്തായി, കോണ്ടാക്റ്റ് അത് ഓഫ് പൊസിഷനിലേക്ക് വന്നു. ഒന്നുകൂടെ നോക്കാം. ഈ സൈഡിൽ വേണമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കാം. സപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാനത് കാണിച്ചു തരാം. സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റ് എനർജൈസ് ആയി, കോണ്ടാക്റ്റ് താഴോട്ട് പോയി. സപ്ലൈ നമ്മൾ മാറ്റുന്ന സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റ് ഡി എനർജൈസ് ആയി, കോണ്ടാക്റ്റ് മുകളിലോട്ട് വന്നു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് നല്ലതാണെന്നുള്ളത് നമ്മളിപ്പോൾ ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. കോണ്ടാക്ടറും നല്ലതാണെന്നുള്ളത് ടെസ്റ്റ് ലാമ്പ് വെച്ച് ചെക്ക് ചെയ്തു.